ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, 2 സാമുവേൽ 23-ാം അധ്യായം 16-ാം വാക്യം ഒരു പുതിയ വായനയാണ്. അപ്പോൾ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് ബേത്ലഹേം പട്ടണത്തിൻ്റെ വാതുക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുത്തു. അത് കുടിക്കുവാൻ ദാവീദിന് മനസ്സ് വന്നില്ല. അത് അവൻ ദൈവത്തിന് നൈവേദ്യമായി ഒഴുക്കി. സഹോദര, നിന്റെ അധീനതയിലും നിന്റെ അധികാരത്തിലും താഴെയുള്ള ചില ബന്ധങ്ങളെ, നിനക്കൊരു പക്ഷെ അവകാശമുള്ള ചില ബന്ധങ്ങളെ, അവരെ മാനിക്കാൻ കർത്താവ് ഇന്ന് പറഞ്ഞു തരികയാണ്. ഇത് കുടിച്ചാൽ അവരുടെ ജീവരക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് ദാവീദ് ഓർത്തു. 17-ാം വാക്യം പറയുക. അതുകൊണ്ട് അവൻ ആ അവകാശം അനുഭവിക്കാതെ, ആ അവകാശത്തിൽ കൈവയ്ക്കാതെ അത് ദൈവത്തിന് കൊടുത്തു. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട, നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് അധ്വാനിക്കേണ്ട, നിനക്ക് വേണ്ടി എല്ലുമുറിയെ പണിയേണ്ട ചില താഴെയുള്ള ജോലിക്കാരിൽ നിന്ന്, അവരിൽ നിന്ന് നിന്റെ അവകാശങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. കർത്താവിന് നൈവേദ്യമായി കൊടുക്കാൻ ദൈവം പറയുമ്പോൾ അത് നൈവേദ്യമായി കൊടുക്കുവിൻ. ഈ അവകാശം, നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന അവകാശം അവൻ്റെ ചോരയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം നിങ്ങളുടെ മേലെ ഒരു അത്ഭുത കൃപയുടെ മുദ്രയിടും കുഞ്ഞെ. 2 സാമുവേൽ 23:17 അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഈ വെള്ളം കുടിച്ചാൽ അത് അവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കും. സഹോദര, നീ ആരുടെയെങ്കിലും രക്തം കുടിച്ചിട്ടുണ്ടോ? അവകാശം കവർന്നെടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരായിരിക്കാം. അവരെ നീ അങ്ങേയറ്റം അധ്വാനിപ്പിച്ച് അവരങ്ങേയറ്റം കഷ്ടപ്പെടുവാൻ ഇടവരുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഒരു കൃപയുടെ ഉത്തരം പറയാൻ ദൈവം നിന്നെ ഒരുക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.